ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് നേരെ ആക്രമണം. സിസിടിവി ക്യാമറകൾ ആക്രമികൾ തകർത്തു. ഗേറ്റിനോട് ചേർന്ന സുരക്ഷാ മതിലും കേടുവരുത്തി. കശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടത് സിനിമയല്ല പുനരധിവാസമാണെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു ആക്രമണം. ബിജെപി ഗുണ്ടകളാണ് വീട് ആക്രമിച്ചതെന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ആരോപിച്ചു. വിവരങ്ങളുമായി കെ.പി. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് ആക്രമണം സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ? എന്താണ് സംഭവിച്ചത്? വിവരങ്ങളിലേക്ക്. അപർണ, കശ്മീരി ഫയൽസ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പരാമർശത്തിനെതിരെയാണ് ബി.ജെ.പി വലിയ പ്രതിഷേധം നടത്തിയത്. ഏതാണ്ട് 200ഓളം വരുന്ന ബി.ജെ.പി പ്രവർത്തകർ ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്തുകയായിരുന്നു. ഇവർ CCTVകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും അതോടൊപ്പം തന്നെ സുരക്ഷാ മതിലിന് ഉൾപ്പെടെ കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഈ മതിലിലേക്ക്, ഗേറ്റിലേക്ക് ഇവർ പെയിന്റ് വലിച്ച് എറിഞ്ഞ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. പോലീസിന്റെ മുന്നിൽ ആയിരുന്നു ഇത്തരത്തിൽ പ്രവർത്തകർ വലിയ തോതിൽ അക്രമം നടത്തിയത്. ഡൽഹി പോലീസിന്റെ അറിവോടുകൂടിയുള്ള, സമ്മതത്തോടുകൂടിയുള്ള ഒരു അതിക്രമമാണ് നടന്നത് എന്നാണ് ഇപ്പോൾ AAP വിമർശനം ഉന്നയിക്കുന്നത്. നേരത്തെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട കശ്മീരി ഫയൽസ് എന്ന ചിത്രത്തിന് നികുതി ഇളവ് നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ BJP ഉന്നയിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ ഇളവ് നൽകാനാകില്ല എന്നും യൂട്യൂബിൽ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ചിത്രം റിലീസ് ചെയ്യൂ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. അതോടൊപ്പം തന്നെ കശ്മീരി പണ്ഡിറ്റുകൾക്ക് ആവശ്യം സിനിമയല്ല, മറിച്ച് അവരുടെ പുനരധിവാസമാണ് ഉറപ്പാക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ പണ്ഡിറ്റുകളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന ആരോപണമാണ് BJP പ്രവർത്തകർ ഉന്നയിച്ചത്. കശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹത്യയുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഒരു ചിത്രത്തെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ പണ്ഡിറ്റുകളെ അപമാനിച്ചു എന്ന ആക്ഷേപം ഉയർത്തിക്കൊണ്ടാണ് മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളുമായി 200ഓളം വരുന്ന BJP പ്രവർത്തകർ വസതിക്ക് മുന്നിലേക്ക് എത്തിയത്. അതിനുശേഷം അവർ അക്രമാസക്തരാവുകയായിരുന്നു. ഗേറ്റ് അടിച്ചു തകർക്കാനടക്കം ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇതിൽ 70 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഡൽഹി പോലീസിന്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുമില്ല. അപർണ. കെ.പി. അഭിലാഷ് വിവരങ്ങൾ നൽകിയത്.